എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ മോള് ചത്തോന്നറിയാനോ? ഞാൻ വേണ്ടടാ, നീ ഒന്നും പറയണ്ട. നിങ്ങൾ കരുതുന്ന പോലെ ബാലു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓഹോ, കൂട്ടുകാരന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നാണല്ലേ? വേണ്ട, ഞാൻ വക്കാലത്തൊന്നും പറയാൻ വന്നതല്ല. ഞാൻ കാരണം അകന്നുപോയ രണ്ട് മനസ്സുകളെ ഒന്നിപ്പിക്കാൻ വന്നതാണ്. നാടകക്കാരെല്ലാം കൂടി എന്റെ വീട്ടിൽ നാടകം കളിക്കാൻ വന്നിരിക്കുകയാണല്ലേ? കൊള്ളാം. അയ്യോ, അങ്ങനെ ഒന്നും പറയരുത്. കേട്ടതൊന്നും സത്യമല്ല നാരായണൻ നായരെ. നടന്നത് എന്താണെന്ന് വേണ്ട ഏട്ടാ, എല്ലാം ഞാൻ പറയാം. ഇതെന്തിനാ ഇങ്ങോട്ട് വന്നത്? പന്ത് കളിക്കാൻ. നിക്കം, നീ എന്തിനുള്ള പുറപ്പാടായത്? ബാലു, നീ തടസ്സം നിൽക്കരുത്. രണ്ടെണ്ണം കൂടി പിടിപ്പിച്ചാലേ എനിക്ക് സുഖാവും. മതി, നീ ഇപ്പൊ തന്നെ ഓവറാണ്. അതങ്ങ് കോങ്ങാറ്റ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. 2 ഫുൾ ബോട്ടിൽ വെള്ളം ചേർക്കാതെ അടിച്ച് റെക്കാർഡ് സൃഷ്ടിച്ചിട്ടുള്ളവനാണ് ഈ സുബ്രഹ്മണ്യം. പറഞ്ഞു കൊടുക്കണേ. ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തോട്ടെ. എങ്കില് എന്നെ അങ്ങ് ഒഴിവാക്കിയേക്ക്. നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ, ഞാൻ കാറിൽ തന്നെ ഇരുന്നോളാം. അത് വേണ്ട, നമ്മള് സ്മോൾ അടിച്ച് റിലാക്സ് ചെയ്തിട്ട് നാളെ രാവിലെ ഇവിടെ ഇവന്റെ കൂടെ ഇറങ്ങി തിരിച്ച് നമ്മളെ വേണം തല്ലാൻ കാണാൻ. എടാ, എന്നും കൊന്നും വലിയ പുണ്യാളനെ കഴിച്ചോണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല. ജീവിതം എന്താണെന്ന് ഇന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. നീ വാ. വേണ്ട, ഒരു ഡബിൾ റൂം വേണം. 4 ബെഡുള്ള റൂം വേണം. എന്തിനാ കള്ള അഡ്രസ് എഴുതിയത്? നിന്റെയൊക്കെ കയ്യിലിരിപ്പിന് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോ കള്ള അഡ്രസ് കൊടുക്കുന്നതാണ് ബുദ്ധി. അനുഭവം ഗുരു. അല്ല, നിന്റെ അഡ്വാൻസ് 100 രൂപ തന്നേക്കും. ഇവർക്ക് 3-ാം നമ്പർ മുറിയുടെ ചാവി എടുത്തോണ്ട് വരൂ. പേഴ്സ് എന്റെ ഇരിക്കട്ടെ. എന്റെ നിന്റെ ഒക്കെ ചെലവിന് ആവശ്യം. ലഗേജ് ഒന്നുമില്ല, ഞങ്ങളൊക്കെ തന്നെ ലഗേജ്. നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ എടുത്തോ. വരൂ. ചേട്ടാ, ഇവിടെ മഴയാണ്. എന്താ കൊടയുണ്ടോ? അളയാ, ഒരു കിളി. എന്നാ നീ വിളി. അതെ, വിശക മുട്ടട്ടെ. മുട്ടി നോക്കി തട്ടിയിട്ട് എന്നെ കിട്ടില്ല, എന്നെ വിട്ടേര്, ഞാൻ എന്റെ പാട്ടിന് പോട്ടെ. ആശാനെ അറിയോ? ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഓ, എനിക്ക് ഓർമ്മയില്ല സാറേ. ഓർമ്മയില്ലാത്തതേ മറന്നുകൊണ്ടാ. മറക്കുന്നത് ഓർമ്മയില്ലാത്തതുകൊണ്ടാ. ആ മുറിയിലിരിക്കുന്ന കക്ഷി ഏതാ? അത് ഇവിടെ നേരത്തെ വെയിറ്റർ ആയിരുന്ന നാണുവാശാന. അതല്ല ഏട്ടാ, ആ പെൺകൊച്ചി. അയ്യോ സാറേ, അത് ആശാന്റെ മകളാ. ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഇവിടെ വന്നതാ. അതിനെന്താ, ഇന്റർവ്യൂ നടക്കട്ടെ. ഒരു നല്ല ജോലി ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ആശാ, എന്നെ ഒന്ന് പരിചയപ്പെടുന്നു. വേണ്ട സാറേ, ഇത് അങ്ങനെയുള്ള കേസൊന്നുമല്ല. സാറ് എന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കും. അയ്യോ, ഞാൻ ഉമ്മ തരാം. എന്നെ കിടത്താ നടക്കുക. അളിയാ, എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. അടിയാണോ? സുബ്രഹ്മണ്യ, മര്യാദയ്ക്ക് ഒന്ന് കിടക്കാൻ നോക്ക്. ഞാൻ ഇപ്പൊ വരാം. ഇത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസാ. നമ്മളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ. ജോലി ഒരിക്കുന്ന ഒരു പണിക്ക് ഞാനില്ല, എന്നെ വിട്. എനിക്ക് ഇതിലുള്ള പൈസ മുഴുവൻ ചെലവാക്കിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. അവന്റെ കയ്യിൽ ഉറക്ക ഗുളികയുണ്ട്, അത് കൊടുത്ത് ഉറക്കാൻ നോക്ക്. ഇപ്പൊ വരാന്ന്. ഇവനെ കൊണ്ട് ഇറങ്ങേണ്ടിയില്ലായിരുന്നു. അവൻ കുപ്പി അപ്പാൻ പോയതാ. ബാലു, നീ ഒന്ന് ചെന്ന് അന്വേഷിക്കും. എന്താ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ? തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ? ഇല്ലല്ലോ. കൊണ്ട് നടക്കരുത്. അല്ല, നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. എവിടെ വെച്ച്? നല്ല മുഖപരിചയം. സാറിന് എവിടെയാ ജോലി? ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സൂപ്പറണ്ടാ. ഞങ്ങളൊരു ടൂറിന് ഇറങ്ങിയത്. എന്തെങ്കിലും സർക്കാർ ജോലി പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു PSC മെമ്പർ. നിനക്ക് എന്താണ് ഇവിടെ? നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ദീർഘായുസ്. അശനെ, ഇവനാണ് ആള്. കാര്യമായിട്ടൊന്ന് കണ്ടാ മതി. ജോലി ഉറപ്പ. അത്രയ്ക്ക് പിടിക്കണം. നീ വന്നേ. ഞാൻ വരാം. നീ പൊക്കോ, ഞാൻ വരാം. പോ. എനിക്ക് ചേട്ടനെ ഇഷ്ടപ്പെട്ടു. വാ ചേട്ടാ. അയ്യോ,
തെറ്റിദ്ധരിക്കരുത്, ക്ഷമിക്കണം. ഞാൻ ലേസ് സ്മോൾ അടിച്ചിട്ടുണ്ട്. സാർ അടിക്കൂ? 2 സ്മോൾ അടിച്ചാലേ എനിക്ക് ഉറക്കം വരും. എന്നെ പോലെ തന്നെ. പക്ഷെ ഇപ്പൊ എവിടെ കിട്ടാനാ? അയ്യോ, അതിന് വിഷമിക്കണ്ട, സാധനം എന്റെ കയ്യിലുണ്ട്. സാറ് വന്നാ മതി, നമുക്ക് പുറത്തിരിക്കാം. ഞാൻ മോളോടൊന്ന് പറയട്ടെ. പറഞ്ഞാട്ടെ. മോളെ ആഹാരം കഴിച്ച് കിടന്നോ? അച്ഛൻ ഇപ്പൊ തന്നെ വരാട്ടോ. അച്ഛൻ വീണ്ടും കുടിക്കാൻ പോവല്ലേ? അല്ലെന്നേ, ഞാൻ ഇപ്പൊ വരാം. പോവാ സാറേ. ഇപ്പൊ വിട്ടേക്കാം കേട്ടോ. എന്നാ കേട്ടാ. നീ കുടിക്കരുതെന്ന് ഞാൻ പറയുമായിരുന്നു. റഷീദേ, നമുക്ക് പുതിയൊരു VIP ഉണ്ട്. ഇതാ. നമസ്കാരം, ഇരിക്കണം സാർ. നീ ബാലുവിന്റെ കണ്ണ് വെട്ടിച്ച് നീ പോന്നല്ലേ? ഞങ്ങൾ നിന്റെ തട്ടിപ്പ് കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാ. അതുകൊണ്ട് നിന്റെ വെട്ടിപ്പ് ഞാൻ കണ്ടുപിടിച്ചല്ലോ. ഞാൻ ഇയാളെ ഒന്ന് വളയ്ക്കാൻ പോവാ. ഇത് വളച്ച ഒടിഞ്ഞു പോവല്ലോ. സോഡ വേണ്ട, സോഡ വേണ്ട. നീ ഒഴിക്കടാ. സോഡ വേണ്ട, സോഡ വേണ്ട. സോഡ വേണ്ടേ? കേട്ട്. ചേട്ടാ ചേട്ടാ ചേട്ടാ, പോയോ? ഒരു കുഴപ്പമില്ലേ? പിറ്റ ഞാൻ പോയി കുറച്ച് ഐസ് വാട്ടർ കൊണ്ടുവരാം. മോത്ത് തളിച്ച it'll be all right. നീ പോയി വേഗം ഐസ് വാട്ടർ കൊണ്ടുവാ കേട്ടോ.
അമ്മേ, ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ബാലു, അനിയത്തി, വരട്ടെ അമ്മേ, വരട്ടെ.